ഹലോ ഗൈസ്, നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങ, ഒരു കരിവേപ്പില, പിന്നെ ഒരു കരിവേപ്പിലല്ല, കുറച്ച് കരിവേപ്പില, ഉണങ്ങിയ കരിവേപ്പിലായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് കിട്ടിയില്ല. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തു. നമുക്ക് എന്നിട്ട് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വന്ന ഈ മാങ്ങാണ്ട് പിന്നെ ബാക്കി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബാക്കി വന്നത് നമ്മുടെ ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ നടന്ന് പോയി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നോക്കി, ഞാൻ കുറേ നേരമൊക്കെ വിളിച്ചു നോക്കി, കൈ കൊണ്ടൊക്കെ ഒന്ന് കാണിച്ചു നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാനുള്ള ധൈര്യവും ഇല്ല, എന്ന് അവരിട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. ഞാൻ നിലത്തൊക്കെ വെച്ച് നോക്കിയായിരുന്നു, പക്ഷെ അവർ വരുന്നില്ല. അപ്പം രണ്ടുപേരും ദേ ഇവിടെ വന്ന് ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുക. അപ്പം ഞാൻ എറിഞ്ഞു കൊടുത്തു, പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവർ പിടിച്ചില്ല, അത് നിലത്ത് വീണു. എന്തായാലും നിലത്ത് വീണതായാലും അവർ കുറച്ച് കഴിയുമ്പോൾ വന്ന് എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പരിപാടികളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് കടുകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ ഈ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മാങ്ങിയിട്ടു. പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഇടേണ്ടത്: ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി ഇടാം കേട്ടോ. ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ടില്ല. എനിക്കിത് ജസ്റ്റ് ഈ ചോറിൻ്റെ കൂടെ വെറുതെ ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക, എന്നിട്ട് മൂടി വെക്കുക. തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതും ഒഴിച്ചിട്ടില്ല. അതും കൂടി ഒഴിച്ചാൽ കുറച്ച് രസമൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് എൻ്റെ ചെറിയൊരു ഐറ്റം. ഞാനങ്ങനെ ഭയങ്കര ഒരു കിച്ചണിൽ അധികം കലാപരിപാടികളൊന്നും നടത്താത്ത ഒരാളാണ്. പിന്നെ ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഗതികിട്ടാൽ മാത്രം കയറുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ചോറിൻ്റെ കൂട്ടാൻ ഇന്ന് ഇതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ശരിക്കും എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ഐറ്റംസ് മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ അഖില. ലവ് യു ഗൈസ്. ബൈ ബൈ.